ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരുപാട് സീക്വൻസ് പഴയ ഒരുപാട് നൊസ്റ്റാൾജി തന്ന മൂവ്മെന്റ്സ് ആയിരുന്നു. കാരണം നമ്മൾ പണ്ട് ഈ WWE ഒക്കെ കണ്ടിട്ട് കട്ടിലിന്റെ മേളിൽ കയറി പില്ലോസ് ഒക്കെ എടുത്ത് ഇടി ഉണ്ടാക്കത്തില്ല, സെയിം വൈബിലുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്ക് പഴയ എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കാരണം പണ്ട് ഞാൻ ഭയങ്കര രീതിയിൽ WWE ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു കാർഡ്സും ഗെയിംസും അല്ലെങ്കിൽ എല്ലാ ഷോ ഇരുന്ന് കാണും. ആ ഒരു കട്ടിന്റെ മേളിൽ നിന്ന് പില്ലോ എടുത്ത് വെച്ച് അടിക്കുന്നത്, സ്മാക്ക് ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു ടൈമിൽ റെസ്ലിംഗ് അല്ലെങ്കിൽ ആ WWE എന്ന് പറയുന്ന എല്ലാം ആയിരുന്നു. ആ ഒരു കാർഡ് ഗെയിം അറിയാം, ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. 90s കിഡ്സിനൊക്കെ അറിയാം. നമ്മൾ ആ ഒരു റെസ്ലിംഗിന്റെ കാർഡ്സ് വെച്ച് കളിച്ചിട്ട് ബിഗ് ഷോ വരുമ്പോൾ നമ്മൾ അടിക്കും, മനസ്സിലായില്ലേ? ആ ഒരു നൊസ്റ്റാൾജിക് വൈബ് ഈ സിനിമ എനിക്ക് തന്നായിരുന്നു. എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് റെയ്മസ്റ്റ്യൂർ ആണ്. റെയ്മസ്റ്റ്യൂർ ആ മാസ്ക് ഒക്കെ ഇട്ട് ഒരു റിംഗിൽ കയറി വന്ന് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ മോനെ, അത് വേറെ ലെവലാണ്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഈ സിനിമ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ റെസ്ലിംഗ് ഫാൻ ആണോ, നിങ്ങൾ പണ്ട് WWE ഫോളോ ചെയ്തിട്ടുള്ള ആളാണോ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. പറഞ്ഞു വന്ന സിനിമ വേറൊന്നുമല്ല, മലയാളത്തിലെ ഏറ്റവും പുതിയ റെസ്ലിംഗ് മൂവി ആയിട്ടുള്ള ചത്ത പച്ച. ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഡു ഓർ ഡൈ ആണ്. ആ ഒരു മട്ടാഞ്ചേരി കൊച്ചി സ്ലാങ്ങില് അവിടുത്തെ ഒരു ഭാഷയിൽ പറയുന്നതാണ് ചത്ത പച്ച എന്നുള്ളത്. സോ മൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വലിയ മൂവി ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടില മൂവി ആയിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സ്റ്റോറി ഒക്കെ തന്നെയാണ്, അല്ലാതെ സ്റ്റോറി വലിയ പുതുമയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു മൂവി ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു വൈബ് പടമായിരുന്നു. ആ ഒരു റെസ്ലിംഗ് തീമില് അത് വളരെ നൈസായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമ സ്റ്റാർട്ടിങ് കുറച്ച് പോർഷൻസ് ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. അതായത് ആ ഒരു വേൾഡ് ബിൽഡിന് ഇവർ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു കോസ്റ്റ്യൂം റെസ്ലിംഗിലോട്ട് എത്താനും അവിടുത്തെ ക്യാരക്ടേഴ്സും വേൾഡ് ബിൽഡും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ കുട്ടിക്കാലവും അല്ലെങ്കിൽ അവരുടെ കറന്റ് സിറ്റുവേഷൻസും അവരൊക്കെ എവിടെയാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു മൂവിയുടെ ആക്ച്വൽ സ്റ്റോറിയിൽ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് കഴിഞ്ഞ ആ ഒരു റെസ്ലിംഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കോസ്റ്റ്യൂം റെസ്ലിംഗിലോട്ട് അവർ എത്തിയിട്ട് അല്ലെങ്കിൽ പിന്നീട് ആ സിനിമയുടെ എക്സാക്ട് സ്റ്റോറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എൻറ്റയർ മൂവി ഭയങ്കര വൈബാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി വലിയ പുതുമയുള്ള സ്റ്റോറിയാണ്, ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ നോർമൽ ആയിട്ടുള്ള വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്കറിയാം ഇത് എവിടെയാണ് പോയി തീരുന്നതെന്നൊക്കെ. പക്ഷെ ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു എൻറ്റയർ മൂവിയുടെ എക്സിക്യൂഷനാണ് കാര്യം, അത് നൈസായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ വളർന്നു വന്ന കുറച്ച് കുട്ടികൾ, അവർക്ക് പണ്ട് തൊട്ടേ റെസ്ലിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഒരു പോയിന്റിൽ അവരുടെ ലൈഫിൽ അവർ ചൂസ് ചെയ്യുന്ന റെസ്ലിംഗ് ആണ്, ഈ ഒരു കോസ്റ്റ്യൂം റെസ്ലിംഗ് ആണ്. സോ അതിനെ തെരഞ്ഞെടുത്തതിന് ശേഷം അവിടെ നാട്ടിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവിടുത്തെ നാട്ടുകാർ അതിനെ ഏറ്റെടുക്കുന്നതും പിന്നീട് അവിടെ ആൾക്കാർ വരുന്നതും റെസ്ലിംഗും അതൊക്കെയാണ് സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഇടയ്ക്ക് കൂടി വേറൊരു സ്റ്റോറി ലൈനും പോകുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ വലിയ പുതുമയായിട്ടുള്ള സ്റ്റോറി ഒന്നും അല്ല. പക്ഷെ ആ റെസ്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവിടുത്തെ കുറെ ഗാങ്സും അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും അതൊക്കെ നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ആ റെസ്ലിംഗ് സീക്വൻസ് ഒക്കെ നൈസായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ മ്യൂസിക്കും ആ ഒരു ഫാൻസി ഡ്രസ്സും അതൊക്കെ ഇട്ടിട്ട് അവർ ഒന്ന് ഫൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ആക്ച്വൽ WWE അറിയാലോ. എല്ലാം ഒറിജിനൽ ഒന്നും അല്ല, രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടൊക്കെ റെഡി വാങ്ങുന്നത് നമുക്കറിയാം. അതൊക്കെ ഈ സിനിമയിൽ ഒരു സീക്വൻസിൽ പറഞ്ഞു വന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ആ റെസ്ലിംഗ് പോർഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഓരോ ഫൈറ്റിനും ഒരു ഇമോഷൻ ഉണ്ട്. ചുമ്മാ കുറെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി ഉണ്ടാക്കാതെ ഈ ഉണ്ടാക്കുന്ന കാര്യം പർപ്പസ് ഉണ്ട്. അതായത് ഈ ഒരു റെസ്ലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അപ്പൊ നാട്ടുകാർക്ക് കാണിക്കണം ഇത് എന്താണ്, ആൾക്കാർ ഇത് ഏറ്റെടുക്കണം, ആൾക്കാർ വരണം, ഇതൊരു പുതിയ ബിസിനസ് ആണ്, കുറച്ച് ആൾക്കാർ തുടങ്ങിയ കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ആവണമെങ്കിൽ ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു റെസ്ലിംഗ് എന്ന് പറയുന്ന ആ ആൾക്കാരിൽ ഒരു ഇമോഷൻ ഉണ്ടാകണം. സോ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ റെസ്ലിംഗ് അല്ലെങ്കിൽ ആ ഓരോ ഫൈറ്റിലും നല്ലൊരു ഇമോഷൻ ഉണ്ട്. ആ സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വന്നു പോകുന്ന എല്ലാ റെസ്ലിംഗും അല്ലെങ്കിൽ എല്ലാ ഫൈറ്റും നല്ലൊരു കിടില എക്സിക്യൂഷനും നല്ലൊരു കിടില ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. സോ ഈ മൂവിയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആണ്, ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം. അത് മാറ്റി നിർത്തി മൂവി എന്തുകൊണ്ട് കാണണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ തന്നെയാണ്. ഒരു ഭയങ്കര വൈബാണ് സിനിമ കാണാനായിട്ട്. എസ്പെഷ്യലി ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസും എസ്പെഷ്യലി ആ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയും എക്സിക്യൂഷനൊക്കെ വൻ പൊളിയായിരുന്നു. ഭയങ്കര വൈബാണ്. നമ്മളൊരു ഫെസ്റ്റിവൽ മോഡിലാണ് സിനിമ കാണുന്നത്. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും ഒരുപാട് കിടില മ്യൂസിക് ട്രാക്കും ഫൈറ്റും ഒരു വൻ ചിൽ ഐറ്റം ആയിരുന്നു ആ ഒരു മൂവി. ആൻഡ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദിസ് റെസ്ലിംഗ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദിസ് മൂവി വാസ് ലിറ്ററലി അമേസിംഗ്. നല്ല കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി റോസമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരു കൊച്ചുകുട്ടിയുണ്ട്. എന്റെ മോനെ, പുള്ളിക്കാരുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ആ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, സ്പോട്ടിലെ ഡയലോഗ്സ് ആയിക്കോട്ടെ, പുള്ളിക്കാരുടെ റിയാക്ഷൻസ് എല്ലാം പൊളിയായിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ മൂപ്പര് സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. അമ്മാതിരി കിടലും പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സിനിമയിലുള്ള എല്ലാവരും മെയിനായിട്ട് എടുത്ത് പറയണമെങ്കിൽ സിനിമയുടെ ആ ഒരു റെസ്ലിംഗ് നമ്മൾ കാണുന്ന ആ ഒരു ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും കിഡിലെന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന പോലെ നല്ല വിന്റേജ് പൊളിയായിരുന്നു. അമ്മാതിരി കിഡിലും പെർഫോമൻസ് ആയിരുന്നു. മെയിനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അർജുൻ അശോകൻ, റോഷൻ, വിശാഖ്, ഇഷാൻ, കാർമൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളിയായിരുന്നു. എസ്പെഷ്യലി ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഒരു ഓറ ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ആള് വന്ന് നിൽക്കുമ്പോൾ തന്നെ വേറൊരു വൈബ് അടിക്കുന്നത് റോഷന്റെ ക്യാരക്ടർ ആയിരുന്നു. എന്റെ മോനെ, കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ക്യാരക്ടർ ആയിരുന്നു. കാരണം മൂപ്പര് ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂപ്പര് അത്ര
നൈസ് അല്ല, മൂപ്പർ റോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ലെവലായിരുന്നു മൂപ്പറുടെ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് ആ ഒരു എൻഡ് വരെ. ബോഡി ആയിക്കോട്ടെ, പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാം ഒരു കിഡിലെ ഓറയായിരുന്നു മൂപ്പർ ഒന്നിക്കും. എനിക്ക് ഈ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ മൂപ്പരായിരുന്നു. ഭയങ്കര സീനായിരുന്നു കാണാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ വിശാഖ് വൻ പൊളി. വിശാഖ് കുറെ സമയത്തൊക്കെ ഒരു കോമഡി വില്ലൻ പോലെയൊക്കെ നിന്നിട്ട് മൂപ്പറുടെ ഒരു പെർഫോമൻസ് വരുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു റെസ്ലിംഗ് വരുന്ന, എല്ലാവർക്കും റെസ്ലിംഗ് ഉണ്ട് സിനിമയിൽ. സോ ആ റെസ്ലിംഗ് വരുന്ന സീക്വൻസ് മൂപ്പര് വൻ പൊളി. ഞാൻ അതുവരെ ഇങ്ങനെ മൂപ്പറിനെ സൈഡാക്കോ എന്ന് ഇരുന്നിട്ട് മൂപ്പരുടെ ഒരു അഴിഞ്ഞാടുന്ന സ്പേസ് വന്നപ്പോൾ മൂപ്പര് നല്ല വെടിക്കെട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അർജുൻ അശോകൻ ആസ് യൂഷ്വൽ പറയേണ്ട കാര്യമില്ലല്ലോ, സിനിമയിൽ മൂപ്പര് നൈസ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ നെയിം എന്ന് പറയുന്നത് നൈട്രോ കിളിയാണ്. ചെയ്തിരിക്കുന്ന കാർബനസ് മാത്യു ആണ്. പുള്ളിക്കാരുടെ ഒരു റിംഗിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, മോനെ ഞാൻ ഭയങ്കര ഫാനായി. ലെവൽ ആയിട്ട് വരുന്നത് കിഡിലായിരുന്നു. പുള്ളിക്കാരുടെ പേരും പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡും ഫൈറ്റും എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലെ പുള്ളിക്കാരുടെ ഡയലോഗ് ഒക്കെ വൻ സീനായിരുന്നു. കിഡിലും. എനിക്ക് ക്യാരക്ടേഴ്സ് സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഈ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ പേരുണ്ട്. ഈ ഒരു റെസ്ലിംഗ് എന്ന് വരുന്നത് ഇപ്പം ഈ ഒരു ലേഡി ക്യാരക്ടർ നൈട്രോ കിളി എന്ന് പറയുന്നുണ്ട്. ആൻഡ് അർജുൻ അശോകന്റെ ക്യാരക്ടർ ലോബോ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ പേരൊക്കെ നൈസ് ആയിരുന്നു. എല്ലാവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ പേരും അവരുടെ ഇൻട്രോയും ഒക്കെ കിടിലായിരുന്നു. അതിന്റെ അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ലീഡായിട്ട് കാണുന്ന എല്ലാവരുടെയും കുട്ടിക്കാലം കാണിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരും പൊളി സീനായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. പേരെനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയാണ്, ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്. ഒരാൾ പോലും അത് വർക്കായില്ല എന്ന് തോന്നത്തില്ല. കാരണം എല്ലാവരും നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഇടി ഡയലോഗും ആറ്റിറ്റ്യൂഡ് അമ്മാതിരി ലെവലായിട്ടുള്ള ക്യാരക്ടർ പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഓവറായെന്ന് എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഹ്യൂമറൊക്കെ നല്ല രീതിക്ക് തന്നെ ഓരോ ക്യാരക്ടറും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ടിൽ വരുന്ന കോമഡീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ കൗണ്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ദ മെയിൻ പാർട്ട്, മൂവിയുടെ ടെക്നിക്കൽ സൈഡ് ഡയറക്ട് ചെയ്തിരിക്കുന്ന അദ്വൈതാണ്. ഫസ്റ്റ് മൂവിയാണ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ സ്റ്റോറി ചെയ്തിരിക്കുന്ന അദ്വൈത്തും സനൂപ് നടന്ന രണ്ട് ആൾക്കാരാണ്. രണ്ടുപേരും നൈസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി സിമ്പിൾ ആണെങ്കിലും ആ ഒരു സ്റ്റോറി നൈസ് ആയിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗിലൊക്കെ വരുവാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന ആനന്ദാണ്. നല്ല കിടിലം ക്യാമറ വർക്ക് ആയിരുന്നു. ഒരുപാട് കിടിലം ഫ്രെയിംസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു റിംഗിന്റെ അകത്തുള്ള ഒരു POV ഷോട്ടും അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള റിംഗ് ഷോട്ടൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല കിടിലം ഫ്രെയിംസ് ആയിരുന്നു. ആൻഡ് ജോണും വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ മൂപ്പരായിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് കാണാനുണ്ട്. പല ആ റിംഗിന്റെ അകത്തുള്ള ഷോട്ട്സും ആ ഒരു കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. ആൻഡ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ നല്ല കിടിലം കട്ട്സ് ആയിരുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസിനൊക്കെ വരുന്ന കട്ട്സ് ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് മൂവിയുടെ മ്യൂസിക്കിലോട്ട് വരുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന മജീദ് ആണ്. നൈസ് ആയിരുന്നു. നല്ല കിടിലം വർക്ക് ആയിരുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസിന് ഇടയ്ക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വൈബ് ആയിരുന്നു. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്ന ശങ്കർ ഇഷാൻ ലോയാണ്. ലെജൻഡറി ട്രിയോ, പറയേണ്ട കാര്യമില്ല. ഓരോ സോങ്സും അത്ര കിടിലമായിരുന്നു. നൈസ് ആയിരുന്നു എൻ്റെ ഒരു മൂവിയിലെ ഒരു മ്യൂസിക്. ആൻഡ് അതുപോലെ തന്നെ എടുത്തു വേണ്ട ഒരു കാര്യമാണ് കോസ്റ്റ്യൂം ഡിസൈനർ മില്ലി എന്നാണ് തോന്നുന്നു പേര്. കിടിലം കോസ്റ്റ്യൂംസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു റെസ്ലിംഗ് പാർട്ടിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ നൈസ് ആയിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനൊക്കെ വരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ നൈസ് ആയിരുന്നു. പറഞ്ഞാൽ വൻ പൊളിയായിരുന്നു. അവിടെ എന്താണോ വേണ്ടത് അത് കിടിലായിട്ട് തന്നെ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റൺസ് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ്, കലയും കിങ്സണും ശ്രാവണുമാണ്. രണ്ടുപേരും നല്ല കിടിലായിട്ട് തന്നെ സ്റ്റൺസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു മട്ടാഞ്ചേരി ബോയ്സ് ആണ്. സോ അവർക്ക് ലോക്കലി ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ അറിയത്തുള്ളൂ. അല്ലാതെ അവർ തുടക്കത്തിൽ തന്നെ മറ്റേ റെസ്ലിംഗ് പ്രോപ്പർ ഫൈറ്റ് ഒന്നല്ല. സോ അവരുടെ ആ ഒരു ഫൈറ്റിന്റെ ഒരു ചേഞ്ചും ആ കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. കാരണം തുടക്കത്തിൽ ഒരു മട്ടാഞ്ചേരിയിലുള്ള ലോക്കൽ പയ്യന്മാരാണല്ലോ. സോ അവർക്ക് അവിടെ അറിയുന്ന കുറെ ഫൈറ്റും പിന്നെ ഒരു ചെറിയൊരു കാട്ടാർ കുസ്തി ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നീട് അവിടെ നിന്ന് ആ ഒരു റെസ്ലിംഗിലോട്ട് വരുമ്പോൾ ഒരു ഷിഫ്റ്റും അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട് കുറച്ച് ആൾക്കാരുടെ, അതൊക്കെ ഒരു നൈസ് ആയിരുന്നു. സോ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് വൈബായിട്ടുള്ള ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. കാരണം ഈ ഒരു മൂവി തിയേറ്ററിൽ ഇരുന്ന് കണ്ട ആ ഒരു ഓഡിയൻസിന്റെ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു കളർ പടമാണ്, വൈബായിട്ടുള്ള ഒരു പടമാണ്. അല്ലാതെ OTT നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു വൈബ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം തിയേറ്ററിൽ നിന്ന് ആ ഒരു ഫുൾ പാക്കഡ് ഓഡിയൻസിനോട് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുമ്പോൾ ക്ലാപ്പും വിസലൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ ലെവൽ തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി സിനിമയുടെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അത് ഞാനിപ്പോൾ ആരാന്ന് എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പൊ മൂപ്പര് വരുന്ന ഒരു സീക്വൻസ്, കാരണം നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് വാൾട്ടറിന്റെ പിള്ളേരെ തൊടാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തൊട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. മൂപ്പര് എപ്പോൾ വരും, മൂപ്പര് എപ്പോഴും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിലായിരിക്കും വരുന്നതെന്ന്. അവിടെ വന്ന് മൂപ്പര് ഇങ്ങനെ എന്ത് പറയാ, ഞാൻ വിചാരിച്ചു നോക്കെ മൂപ്പര് ഒന്ന് വേറെ രീതിക്കൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അങ്ങനെ പ്രസന്റ് ചെയ്തില്ല. ആ ഒരു ക്യാരക്ടർ വന്നു, ആ ക്യാരക്ടറിനെ നൈസായിട്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നൈസ് ആയിരുന്നു. അധികം ഓവർ ആക്കാത്ത വളരെ നൈസായിട്ട് തന്നെ ആ ഒരു ക്യാമിയോ ക്യാരക്ടറിനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് വളരെ നൈസായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓവർ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കൊളായി പോയിനായിരിക്കും ക്യാരക്ടർ. അങ്ങനെ ഓവർ ആക്കാതെ ചെറിയ ഡയലോഗും ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ വളരെ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൈബ് പടമാണ്. ആൻഡ് ഒന്നും കൂടി ഞാൻ എടുത്ത് പറയാം, സ്റ്റോറി വൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അല്ലാതെ നിങ്ങൾ
വേറെ ലെവലായിട്ടുള്ള സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റിയിലും പ്രസന്റേഷനിലാണ് മൂവിയുടെ ഒരു ഇമ്പാക്ട് ഇരിക്കുന്നത്. അതും എസ്പെഷ്യലി തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ വൻ വൈബാണ്. സുരാജേട്ടൻ പറഞ്ഞ പോലെ ജംഗിൾ പൊളി ഐറ്റമാണ്, കളർഫുൾ ആണ് പടം. എനിക്ക് അങ്ങനത്തെ ഒരു മോഡിൽ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാതെ ഇരിക്കാം. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.